ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം പറഞ്ഞു അലാ അദുല്ലുകും അലാ മാ യൻഫഉല്ലാഹു ബിൽ ഖതായ വയർഫഉ ബിൽ ദറജാത്ത്. ആ കാര്യം ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. മാത്രമല്ല നിങ്ങളുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്താണ് ആ കാര്യം? വലിയ മലപൊക്കണ കേസൊന്നുമല്ല, വലിയ മലപൊക്കണ കേസൊന്നല്ല പറയാൻ പോകുന്നത്. നിസ്സാരമായ സംഗതിയാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഗുണം പാപങ്ങൾ പുറത്തു. ആ കാര്യം ചെയ്താൽ നീ പള്ളിയിൽ നിന്ന് 7 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നില്ല. നീ പള്ളിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ഇസ്തിഗ്ഫാർ തൗബ നടത്തണ്ട. ഈ പറയാൻ പോകുന്ന കാര്യം നല്ല ഇഖ്ലാസോട് കൂടി നല്ല മനസ്സുദ്ധിയോട് കൂടി ചെയ്താൽ നിന്റെ പാപങ്ങൾ പുറക്കും, ദറജ വർദ്ധിക്കും. എന്താണ് കാര്യം? നബിതങ്ങളോട് സ്വഹാബത്തിനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ വേഗങ്ങൾ പറഞ്ഞതാണ്, നബിയെ വേഗങ്ങൾ പറഞ്ഞതാണെന്ന് പറയണം. നമ്മൾ കേട്ടിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം നീ വെറുക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, വെറുക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ വുളൂഇനെ പൂർണ്ണമായി ചെയ്യുക. എന്നിവിടെയാണ് വെറുക്കപ്പെടുന്നത്. നല്ല തണുപ്പുള്ള രാത്രിയില്, നല്ല സുബഹിക്ക് വരാൻ നേരത്ത്, സുബഹിയെ സ്ത്രീക്കാൻ നേരത്ത് വുളൂ പൂർണ്ണമായിട്ടെടുക്കും. നല്ല തണുപ്പുള്ള സമയങ്ങളിൽ, രാവിലെ വൈകിട്ടൊക്കെ നല്ല തണുപ്പുണ്ടാവും. ആ സമയത്തൊക്കെ അപ്പൊ പൂർണ്ണമായിട്ട് ചെയ്യണം. സുന്നത്തായ രീതിയിൽ നിബന്ധന കാണിച്ചതുള്ള രീതി എന്തായാലും കൊടുക്കുകയാണ് അല്ലേ? എന്തായാലും നമ്മൾ പള്ളിയിരിക്കുകയാണ്, ഇത്തിഹാഫിന്റെ നിയന്ത്രിച്ചാലും കൂലി കൊണ്ടാണ് അല്ലേ? എന്തായാലും നമസ്കരിക്കാൻ തലയിൽ തൊപ്പി വെച്ചാലും നമസ്കാരത്തിന്റെ ദർജമായ എന്തായാലും മുസ്ലിങ്ങളായിട്ട് ഇവിടെ ജീവിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയല്ലേ? ഒതു കൊടുക്കാൻ പഠിക്കുന്നത് ആരാ? അപ്പൊ ഒതു കൊടുക്കാൻ എന്തായാലും ഒതു കൊടുക്കണം. അപ്പൊ എങ്ങനെ ഒതു കൊടുക്കാം? നിബിധങ്ങൾ പറഞ്ഞു, ആ ഒതു നിങ്ങൾ വെറുക്കപ്പെടുന്ന കാര്യത്തിൽ ആ ഒതുവിനെ പൂർത്തിയാക്കി ചെയ്തു കഴിഞ്ഞാൽ ആ ഒതു കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പുറക്കും. പാപങ്ങൾ പുറക്കുക മാത്രം ദറജ വർദ്ധിക്കുകയും ചെയ്യും. വേറൊരു ഹദീസിലുണ്ട്, ഒതു ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ അവയവത്തിലൂടെ കഴുകി ഇങ്ങനെ പോകും. ഹദീസാണ് പറയുന്നത്. ഒതു കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ കഴുകി പോകും. നമ്മള് മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് കണ്ണുകൊണ്ട് ഹറാം ചെയ്തൊക്കെ ഒഴുകി പോകും. കാലും കഴുകുമ്പോൾ കാലുകൊണ്ട് ചെയ്ത ഹറാമൊക്കെ ഒഴുകി പോകും. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാത്തത്? നമ്മളാ കൈ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ചുണ്ട് ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യം പറഞ്ഞു പോയി. നമ്മുടെ നല്ല പ്യുവർ ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നാവാണെങ്കിൽ ആ നാവ് ഉപയോഗിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒറ്റ കൂട്ടാൻ കൂടി അവന്റെ രോഗമെല്ലാം മാറും. ഒരു പള്ളി ഉസ്താനെ കാണും, ഒരു പള്ളി ഉസ്താനെ വന്നിരിക്കേണ്ട, അവന്റെ നാവ് ശുദ്ധാണ്, കണ്ണ് ശുദ്ധായ കണ്ണുകൊണ്ട് അവന് അദൃശ്യമാവുന്ന കാര്യം കാണാൻ പറ്റും. അതുപോലെ തന്നെ നാവ് കൊണ്ട് അവൻ ദ്വാരം കഴിഞ്ഞാൽ അല്ലാഹു തആല കേൾക്കുകയും ചെയ്യുന്ന വിഷയത്തിലേക്ക് വരും. അപ്പൊ ഒരു പൂർണ്ണമായിട്ടുണ്ട്. ആ ഒതു പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പാപങ്ങൾ പുറക്കും. എങ്ങനെയാണ് ഒതു പൂർണ്ണമായിട്ട് എടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതി പറയും. ആദ്യത്തെ സുന്നത്ത്, നമ്മുടെ സുന്നത്ത് കൊടുക്കുമ്പോൾ സുന്നത്തിന്റെ കാര്യങ്ങളൊക്കെ കുറെ പിറകിലോട്ടാണ്. നമ്മൾ ആദ്യം തന്നെ കൊടുക്കാൻ നേരത്തെ നമ്മൾ പൈപ്പിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ പൈപ്പ് നമ്മുടെ ഇടതുഭാഗത്ത് വരും. സുന്നത്താണ്. നമുക്ക് ചൊരിഞ്ഞിറക്കുകയാണെങ്കിൽ ഇനി വേറെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ ചൊരിഞ്ഞാൽ പൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ പൈപ്പ് നമ്മുടെ ഇടതുഭാഗത്ത് വരും. ഞാൻ കോരി എടുക്കുകയാണെങ്കിലോ വലതു ഭാഗത്ത് വരും. പാത്രത്തിൽ കോരി എടുക്കുകയാണെങ്കിലോ പാത്രം മുടക്കാം ഭാഗത്ത്. ഇനി പൈപ്പിലൊക്കെ എടുക്കുകയാണെങ്കിലോ ഇടതു ഭാഗത്ത് വരും. സുന്നത്ത് ഉണ്ട്. മനസ്സിലായി? ഇനി അടുത്ത സുന്നത്ത് എന്താ? അവൻ എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ ജഅല മാ തഹൂറ, അൽഹംദുലില്ലാഹില്ലദീ ജഅല മാ തഹൂറ. ഹംദ് പറയും. അൽഹംദുലില്ലാഹി, അല്ലാഹുവിനാണ് സർവസ്തുതി,
ജാനന്മാർ ഈ വെള്ളത്തെ ശുദ്ധിയാക്കി തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതി എന്ന് ആയിരുന്നിട്ട് ഷഹാദത്തിനാണെന്ന് പറയുന്നുണ്ട് അവിടെ ഷഹാദത്ത്. പിന്നെന്ത് ചെയ്യണം? അവന് വായിലും മൂക്കിലും ഒരുപോലെ എന്ത് ചെയ്യണം? വായിൽ ചേച്ചി മൂക്കിൽ ചേച്ചി 3 പ്രാവശ്യം ചെയ്യും. ഇത്രയും സുന്നത്ത്. ഇനി ഫർമായ കാര്യമാണ് ചെയ്യാൻ. ഇത്രയും സുന്നത്ത് കഴിഞ്ഞു. ആരംഭത്തിലുള്ള സുന്നത്ത് കഴിഞ്ഞു. ഇനി ഈ ഉളു കൊടുക്കുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നെയ്യത്ത്. ഉളുവിന്റെ നെയ്യത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമസ്കാരം പത്തിലായി. മനസ്സിലായി? നമസ്കാരം പത്തിലായി. ഉളുവിന്റെ നെയ്യത്ത് ശരിയല്ല എങ്കിൽ, ഉളുവിന്റെ നെയ്യത്ത് ശരിയല്ല എങ്കിൽ അവന്റെ നമസ്കാരം പത്തിലായി. ഉളുവിന്റെ നെയ്യത്തിലായി ധാരാളം കാര്യങ്ങളുമാക്കി വ്യത്യസ്തങ്ങളായ നെയ്യത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു കൊടുക്കുന്നു ഒരു നെയ്യത്ത്. ചെറിയ ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ ഉളു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉളുവിന്റെ ഫർദ് ഞാൻ വീട്ടുന്നു. ഇതിലേതെങ്കിലും ഏതെങ്കിലും നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഓർക്കുന്നു എന്നോ അല്ലെങ്കിൽ ഉളുവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നോ ഈ 3 നെയ്യത്തിൽ നിന്നും ഏതെങ്കിലും കൊണ്ട് നെയ്യത്ത് അവൻ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ വെള്ളം കോരിയെടുക്കൂടല്ല. വെള്ളം നമ്മുടെ മുഖത്ത് ടച്ച് ചെയ്യുമ്പോൾ അപ്പൊ നെയ്യത്ത് മനസ്സിലാണ് അവന്റെ നെയ്യത്ത് മനസ്സിൽ വേണം. അല്ലാണ്ട് നാവുകൊണ്ട് പറയുകയും തൊട്ടപ്പുറത്ത് കാണുന്ന വാഴത്തോട്ടത്തിന് വാഴക്കൊല ചിന്തിക്കുകയും ചെയ്താൽ നെയ്യത്ത് കിട്ടിയില്ല. അല്ലെ? ഒന്നു കൊടുക്കാൻ നേരത്ത് തെങ്ങിനെഞ്ചുകൊണ്ട് അവന് നെയ്യത്തൊക്കെ പറയാനുണ്ട്. പക്ഷെ കൈകളില്ല. സംഭവിക്കാം. നമ്മൾ ഒന്നു കൊടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും സാധാരണ ഒന്നു കൊടുക്കുന്നത്. ആ തെങ്ങിന് കാഴ്ചയും കഴിക്കാം മനസ്സിൽ ഇങ്ങനെയാണ്. അപ്പൊ നാവുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ നെയ്യത്ത് ആ നെയ്യത്ത് പാലകൻ നെയ്യത്ത് കിട്ടുക. അപ്പൊ വെള്ളം ടച്ച് ചെയ്യുന്ന ആ സന്ദർഭം മുതൽ നമ്മൾ എന്ത് ചെയ്യാം? ഉളുവിന്റെ നെയ്യത്ത് ഫർദായ നെയ്യത്ത് മനസ്സിൽ വരണം. അംഗം ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ട് കഴുകുന്നത് വരെ ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു. ഉളുവിന്റെ നെയ്യത്ത് എപ്പോ മുതൽ എവിടെ വരെ വേണം? നമ്മൾ ആദ്യം മുതൽ മുഖം കഴുകുന്നതിന്റെ ടച്ച് ചെയ്യുന്ന മുതൽ അംഗം കഴുകുന്നതിന് അവസാനം വരെ 1ാമത്തെ പ്രാവശ്യം പൂർത്തിയാകുന്നത് വരെ ഉളുവിന്റെ നെയ്യത്ത് മനസ്സിൽ വേണം. ഇനി അവിടെ മുഖം കഴുകുന്ന സുന്നത്തായ ഒരു കാര്യം കൂടെ ഉണ്ട്. എവിടെ നിന്നാണ് മുഖം കഴുകാൻ തുടങ്ങേണ്ടത്? നമ്മുടെ മുഖത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും, ഇവിടെ മുകൾ ഭാഗത്തു നിന്നും ഉളു ചെയ്യൽ സുന്നത്താണ്. ചിലവർ ഇങ്ങനെയൊക്കെ എടുക്കും, ഇങ്ങനെയൊക്കെ എടുക്കും. അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ഉളു എടുത്ത് ഇങ്ങനെ പോകും. ശരിയാ? മുഖത്തിന്റെ പരിധിയൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ കിടക്കില്ല. അപ്പൊ പരമാവധി കൈക്ക് കഴിയാൻ ശ്രമിക്കുക. ഇനിയിപ്പോ നമ്മള് മുഖം കഴിഞ്ഞു, ഈ കൈകാലുകൾ കഴുകുക. അവിടെയൊക്കെ തേച്ച് വെച്ച് കഴുകലൊക്കെ ശ്രമിക്കും. തേച്ച് വെച്ച് മനസ്സിലായി? കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും തേച്ചു വലിച്ച് കഴുകൽ ശ്രമിക്കുക. പിന്നെ മുഖം കഴുകുമ്പോൾ താടിയുള്ള ആളുകൾ ആ താടിക്ക് 2 ഹുക്കുമാണ്. കട്ടിയുള്ള താടിയാണെങ്കിൽ ആ കട്ടിയുള്ള താടിയെ ഒന്ന് വേണ്ടുകൊണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചിക്കി കഴുകൽ ശ്രമിക്കുന്നു. കട്ടിയുള്ള താടി കട്ടിയില്ലാത്ത താടിയൊക്കെ തിരിച്ചറിയാൻ പറ്റും. ബാർബർ ഷോപ്പ് നോക്കാൻ പറ്റുമോ? ബാർബറിനെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ സംസാരിക്കാൻ നേരത്ത്, അഭിമുഖ സംസാരം നടത്താൻ നേരത്ത് അവന്റെ താടിയുടെ ഉള്ളിൽ നിന്നും അവന്റെ തൊലി കാണുന്നുണ്ടെങ്കിൽ കട്ടിയില്ലാത്ത താടിയാണ്. തൊലി കാണാൻ പറ്റുന്നില്ല എങ്കിൽ കട്ടി ഉള്ളതാണ്. ഉദാഹരണം പറയാൻ പ്രശ്നമായിട്ട് കാര്യം നോക്കാൻ നേരത്തെ എന്താ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല. എന്നെ നോക്കി ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു. എന്റെ താടി ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഈ ഉള്ളിൽ കാണാൻ പറ്റുന്ന താടിയാണെങ്കിൽ അവിടെ കഴുകൽ നിർബന്ധമാണ്. മുഖത്തിന്റെ പറ്റി മനസ്സിലായോ? ഈ ഉള്ളൊക്കെ കഴുകൽ നിർബന്ധം. ഈ കട്ടിയുള്ള താടിയുള്ള ആൾക്കാരാണ് നമ്മൾ നോക്കാൻ നേരത്തെ ഉള്ളിൽ കാണുന്നത് നോക്കണം. താടിയുടെ ഉള്ളിൽ ഇവിടെ ആ തൊലി കാണാൻ പറ്റുന്നു നോക്കണം. മുഖത്തിന്റെ തൊലി കാണാൻ പറ്റുന്നു. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ? കട്ടിയില്ലാത്ത താടിയാണ്. കാണാൻ പറ്റുന്നില്ല എങ്കിലോ കട്ടി ഉള്ളതാണ്. മനസ്സിലായി? അപ്പൊ രണ്ടും ഉപ്പ. കട്ടിയില്ലാത്ത താടിയാണെങ്കിൽ അവിടെയൊക്കെ ചേർത്ത് ഉള്ളൊക്കെ കഴുകി നിർത്താം. ഈ കട്ടിയുള്ള താടിയാണെങ്കിലോ സുന്നത്ത് അവിടെ ആ സുന്നത്ത് ഉപേക്ഷിക്കൽ കാണാത്തായി. മനസ്സിലായി? അപ്പൊ മുഖം കഴുകുമ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ നമ്മൾ കൈകാലുകൾ കഴുകുമ്പോൾ പരമാവധി കയറ്റി കഴുകണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ചുളുക്കുകളൊക്കെ പരമാവധി കഴുകണം. നമ്മുടെ ഈ മുട്ടിന്റെ ചുളുക്ക് അതൊക്കെ ശ്രദ്ധിക്കണം. ചുളുക്ക് ചിലവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒഴുക്കാൻ പോകും. അതൊക്കെ ഒതു മാറ്റിലാവുന്ന ഒതു നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊന്നും സംഭവിക്കരുത്.
ഇനി അവസാനം കാലിലേക്ക് വരാൻ നേരത്ത് എങ്ങനെ അപ്പൊ കാല് കഴുകുന്നത്? തേച്ചൊലിച്ചനെ വേണം. തേച്ചൊലിച്ച് കഴിയുമ്പോ അവിടെ സുന്നത്തായ രൂപം ശ്രദ്ധിച്ചോട്ടെ. സുന്നത്തായ രൂപം നമ്മുടെ ഇടത്തെ കൈ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം രണ്ട് കാലം കഴുകണം. രണ്ട് കാലം കഴുകേണ്ടപ്പോഴാണ് ഏതുകൊണ്ടാണ് കഴുകേണ്ടത്? നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് രണ്ട് കാലും ഇടത്തെ കൈ കൊണ്ട് കഴുകുക. ഇടത്തെ കൈ കൊണ്ട് കഴുകുക. ആ ഇടത്തെ കൈയിന്റെ ചെറുവിരല് കൊണ്ട് ശ്രദ്ധിച്ചോ, ഇടത്തെ കൈയിന്റെ ചെറുവിരല് കൊണ്ട് അവിടെ എങ്ങനെ വന്നത് ആ വേരില് ശ്രദ്ധിച്ച്. ഇതിപ്പോ കാലിന്റെ വിരലാ പോയിക്കോട്ടെ, സുന്നത്താ പറയുന്നത്. കാലിന്റെ വിരലാണ്, കാല് കുത്തി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കാലിന്റെ വിരലാണെങ്കിൽ നമ്മുടെ ഇടത്തെ കൈ എടുത്തു. ഇടത്തെ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മള് ഇവിടുന്ന് ഇങ്ങനെ 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 പുസ്തകം അടിയിൽ ഇങ്ങനെ പറ്റും. അടിയിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരും. ഇടത്തെ കാലിലാണ് ഓരോന്ന് മനസ്സിലായോ? ഇങ്ങനെ ഒഴിവ് കൊടുത്തിട്ട് അവസാനം ദ്വാണ്ട് ഇങ്ങനെ അവസാനം ദ്വാണ്ട് അങ്ങനെ ദുആ ചെയ്ത് അവിടെ ഷഹാദത്തൊക്കെ പറഞ്ഞ് അവിടെ അവസാനം അങ്ങനെ ദുആ ചെയ്ത് ഇപ്പോഴാണ് ഒതു പൂർണ്ണമായിട്ടാണ്. ഇങ്ങനെ ഒതുകൊടുക്കുന്ന ആൾക്കാണ് ഇസ്ബാബുൽ ഒതു എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഒതുകൊടുക്കുന്ന ആളുകൾക്കാണ് പാപങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഒതുകൊടുക്കുന്ന ആളുകൾക്കാണ് ദർജ വർദ്ധിക്കുന്നത്. അവസാനം ഒരു കാര്യങ്ങളുണ്ട്. ഒതുവിന്റെ മിച്ച വെള്ളത്തിൽ നിന്നും ഒന്ന് കുടിക്കൽ സുന്നത്ത്. ഒതുവിന്റെ മിച്ച വെള്ളത്തിൽ നിന്നും കുടിക്കൽ സുന്നത്ത്. കാരണം ആ മിച്ച വെള്ളത്തിൽ പാത്രത്തിലുള്ളതോ കയ്യിലുള്ളതോ ആകാം. ഇവിടെ ഒരുപാട് മസാലകളുണ്ട്. കയ്യിലുള്ളത് കുടിക്കാം, അല്ലെങ്കിൽ പാത്രത്തിലുള്ളത് കുടിക്കാം. ആ മിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷിഫ, എല്ലാ ലോകത്തിനും ഷിഫ ആണെന്ന് ഇങ്ങനെ കൊടുക്കുക. ഒന്ന് കൊടുത്തിട്ട് നല്ല രീതിയിലൊക്കെ പരമാവധി കൊടുക്കുക. അതൊക്കെ എന്തായാലും നമ്മൾ കൊടുക്കണം. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഒഴിവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം മാത്രം ചെയ്താൽ മതി. ഭാഗം കൊടുക്കാൻ ഈ പള്ളി കയറിന് 7 ഇസ്തിഗ്ഫാറോ 100 ഇസ്തിഗ്ഫാറോ പട്ടിക്കോടുകൂടി ഒഴിവ് കൊടുക്കാൻ തന്നെ അവന്റെ പാപങ്ങൾ കൊടുക്കും. അവസാനം അങ്ങനെ ഒഴിവ് കൊടുക്കാനുള്ള ഭാഗ്യം നമുക്ക് നസീബാകുമാറാകട്ടെ.